Welcome to 90 Plus, India's first animated live tuition. Hi, good evening. Hriday നേരത്തെ എത്തി. കുറച്ചേരായി. ഓക്കെ, ഗുഡ്. പിന്നെ ആരൊക്കെ ഉണ്ട്? ഇനിക എവിടെ ഉണ്ടോ? ഇനിക യെസ്. എന്തുണ്ട് ഹൃദയ വിശേഷം? സുഖമായിട്ടിരിക്കണോ? ഇന്ന് ക്ലാസ്സിലൊക്കെ പോയില്ലേ? പോയി. എങ്ങനെയുണ്ട് അവിടെ? അവിടെ പോർഷൻസ് ഒക്കെ തീർത്തോ ടീച്ചറ്? ഏത് ചാപ്റ്റർ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കണേ ടീച്ചറാ? സ്റ്റാറ്റിയും കൂടെ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ നമ്മൾ ഇന്ന് എടുക്കാൻ പോണ അല്ലേ? നമ്മൾ ഇന്ന് തുടങ്ങും കേട്ടാ. അപ്പൊ അതുകൂടെ സ്കൂളിൽ എടുക്കാനുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടാ സ്കൂളിൽ പഠിപ്പിച്ചിട്ട്? എങ്ങനെയുണ്ടാ മാത്സ്? ഓക്കെ ആണോ? ഇവിടുത്തെ ക്ലാസ് കൂടെ കിട്ടുമ്പോ ഓക്കെ ആണ് അല്ലേ? തന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ടോ? എന്നിട്ട് തന്നെ ഇരുന്ന് പഠിക്കാറുണ്ടാ? തന്നെ മാത്സ് ഇരുന്ന് ചെയ്ത് നോക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ യെസ്. നജിലെത്തി. നജിലെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നജിലെ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ് ഓക്കെ. എങ്ങനെയുണ്ട്? പഠിക്കുന്നുണ്ടാ? പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തോ നീ? അതെന്താ കംപ്ലീറ്റ് ചെയ്യാത്തെ? ഇന്ന ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ നജില. ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ എഴുതാഞ്ഞേ? ഞാൻ എഴുതാനൊക്കെ സമയം തന്നല്ലേ? അപ്പൊ ഉടനെ തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടാ. ക്ലാസ് അല്ല, റെക്കോർഡ് ക്ലാസ് കണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഇനിക അതുപോലെ അഫാൻ, എന്താണ് വിശേഷം? സുഖം അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ ഏതായിരുന്നു? പ്രൊപ്പോർഷൻ അങ്ങ് തീർത്തു ഇന്നല്ലേ. പ്രൊപ്പോർഷൻ തീർത്ത് മടക്കി വെച്ചു. ഇന്ന് ഏത് ചാപ്റ്റർ പഠിപ്പിക്കുന്ന ഞാൻ പറഞ്ഞത്? സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്നു പറഞ്ഞില്ലേ? എന്തോ? എന്താ ഇനിക കേക്കത്തില്ല. നോട്ട്ബുക്ക് ഫിനിഷ് ആയി. അപ്പൊ എന്ത് ചെയ്യണം? അടുത്തത് വാങ്ങണം. തൽക്കാലം ഇപ്പൊ എന്ത് ചെയ്യാ? ഒരു റഫ് എടുക്കുക, എഴുതുക, എന്നിട്ട് മറ്റേലോട്ട് എഴുതി വെക്കണം കേട്ടാ. ഓക്കെ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇനി ഇനി എഴുതുവോ? കംപ്ലീറ്റ് ചെയ്യോ? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൊന്നും വേണ്ട, എഴുതണം. ഓക്കെ. ഇനിയിപ്പോ അത് രണ്ടാമത് ഒന്നും എഴുതിയാലും വേണ്ടില്ല. അപ്പൊ എഴുതി ഒന്ന് ഇപ്പൊ എനിക്ക് അത് റഫിൽ എഴുതി എടുത്താല് അടുത്ത എന്നിട്ട് നോട്ടിലോട്ട് പിന്നെ എഴുതുമ്പോഴത്തേക്ക് അത് പഠിച്ചോളൂ. ഓക്കെ. രണ്ടോടെ എഴുതിയാലും കുഴപ്പമില്ല. മാത്സ് അല്ലേ? 2 അല്ല 5 എഴുതിയാലും കുഴപ്പമില്ല. എഴുതി പഠിക്കണ്ടല്ലേ നമ്മള്. സോ എഴുതിക്കോ, സ്ക്രീൻഷോട്ട് എടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു തരുമ്പോഴേ നിങ്ങൾ അത് എഴുതിയെടുക്കുമ്പോഴേ പിന്നെ ഒന്നുകൂടെ നമുക്ക് ആവുള്ളൂ, മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? നമുക്ക് തുടങ്ങിയാലോ. ഏതാ നമ്മൾ പഠിക്കാൻ പോണ ചാപ്റ്റർ? ചാപ്റ്റർ 15 സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക്? നല്ല ചാപ്റ്റർ ആണ് അല്ലേ? നല്ല എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. സിമ്പിൾ ആണ്. ഗ്രാഫ് നമുക്കിവിടെ വരുന്നില്ല എങ്കിലും നമുക്ക് ടേബിൾസ് വരും. നമ്മൾ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു? ഇതിനകത്ത് മെയിൻ ആയിട്ട് മീൻ അഥവാ ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടാ. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയുന്നത് കേട്ടാ. ആവറേജ്, മീൻ എന്നൊക്കെ പറയുന്നത് സെയിം ടേം ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയും. നമുക്ക് ഇന്നൊരു ദിവസത്തെ ക്ലാസ് മതി ഈ ചാപ്റ്ററിന്. ഓക്കെ, ഇന്ന് ഒറ്റ ദിവസത്തെ ക്ലാസ് മതി നമുക്ക് ഈ ചാപ്റ്ററിന്. നിങ്ങൾക്ക് എളുപ്പമുള്ള മോഡൽസ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉള്ളൂ. ഓക്കെ. അപ്പം ഒരെണ്ണം നമ്മൾ ചെയ്യുന്നു, ഒരെണ്ണം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ തരുന്നു. ശരിയല്ലേ? അങ്ങനെ തരണ്ടേ? നല്ല നിങ്ങൾ പഠിക്കുള്ളൂ. ഒരു മോഡൽ ഞാൻ കാണിച്ചു തരും, ഒരു മോഡൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോംവർക്കും തരും. വളരെ എളുപ്പം, പെട്ടെന്ന് തീർക്കാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, 1-2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കാനുള്ളൂ. ഒരു ഇക്വേഷൻ ഉണ്ട്.
ആവറേജ് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പൊ തന്നെ ആവറേജ് കണ്ടുപിടിക്കാനൊക്കെ അല്ലേ? എന്നാപ്പാ നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് കൊടുത്തേ, ചാപ്റ്റർ നമ്പറും പേരും കൊടുത്തേ, ഹെഡിങ് വന്നവരൊക്കെ ഒന്ന് എഴുതിക്കോ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാൽ. ആദ്യത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ആവറേജ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണ്ടേ? ആവറേജ് അഥവാ മീൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇനി ത്രൂ ഔട്ട് എല്ലാ ക്വസ്റ്റ്യനിലും അത് തന്നെ കണ്ടുപിടിക്കാൻ പാടില്ല കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ എന്താണ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നാൽ അതിന്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം അഥവാ മീൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറയാൻ പോണത്. ഓക്കെ, നോക്കിക്കോ. ആദ്യം തന്നെ ദ ടേം ആവറേജ്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലേ ആവറേജ്? ആവറേജ് കേട്ടിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞൊരു ടേം അഥവാ നമുക്ക് എന്തെന്നും വിളിക്കാം, മീൻ എന്നും വിളിക്കാം ഇതിനെ. അപ്പോൾ ഈ ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആവറേജ് ഈസ് ഈക്വൽ ടു, അതെന്താണെന്നറിയോ? നമുക്ക് തന്നിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസിന്റെ നമ്മൾ ടോട്ടൽ സം എടുക്കും. അതായത് ആ വാല്യൂസ് എല്ലാം കൂടെ അങ്ങ് കൂട്ടും, ടോട്ടൽ സം. അതുപോലെ അവിടെ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. ഓക്കെ, ആ വാല്യൂസിന്റെ എല്ലാം ടോട്ടൽ സം നമ്മൾ എടുക്കും. അതുപോലെ അവിടെ എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമ്മൾ നോക്കും, എത്ര എണ്ണം ഉണ്ടെന്ന്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കും. സോ ടോട്ടൽ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് നമ്മൾ പറയും. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഇതാണ് നമ്മുടെ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി നിങ്ങൾ ഈ ചാപ്റ്ററിൽ. ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എല്ലാ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ അല്ലേ? ഇത് ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുത്തേ നിങ്ങൾ. ആവറേജ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഒരു ഗിവൺ ഡേറ്റാസ് നിങ്ങൾക്ക് കാണും. ഒരു 5-6 നമ്പേഴ്സ് ഇപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ അത്രയും നമ്പറിനെ സം എടുക്കുക, എന്നിട്ട് ഡിവൈഡ് ബൈ, അവിടെ 6 നമ്പേഴ്സ് ആണോ ഉള്ളെങ്കിൽ ഡിവൈഡ് ബൈ 6, അങ്ങനെ കേട്ടോ. എന്തോ എഴുതി കഴിഞ്ഞാ? ഒന്നൊരു എക്സാമ്പിൾ ഞാൻ തരട്ടെ നിങ്ങൾക്ക്. എക്സാമ്പിൾ, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഞാൻ തരട്ടെ, അതിന്റെ ആവറേജ് എനിക്ക് കണ്ടുപിടിച്ച് തരുമോ? എന്നാ ഞാൻ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തരാം കേട്ടാ. എഴുതിക്കോ. 1, 3, 5, 7, 9, 11. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ ഇതിന്റെ ആവറേജ് അഥവാ മീൻ കണ്ടുപിടിച്ച് തരണം. ഓക്കെ, കണ്ടുപിടിച്ച് തരുമോ? ആവറേജ് അല്ലെങ്കിൽ മീൻ. ഇപ്പൊ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മീൻ എന്നും പറഞ്ഞ് വരാട്ടോ. ഫൈൻഡ് ദ മീൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? ആവറേജ് തന്നെയാണ്. ഓർ എന്തെന്നും പറയും, നമ്മൾ ഇതിനെ മീൻ എന്നും വിളിക്കും കേട്ടോ. MEAN, മീൻ. അപ്പൊ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 1, 3, 5, 7, 9 and 11. ഇത്രയും നമ്പേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച് തരേണ്ടത് ഇതിന്റെ ആവറേജ്. ഞാൻ ഇക്വേഷൻ മേളിൽ തന്നിട്ടില്ല. എന്താണ് ഇക്വേഷൻ? തന്നിരിക്കുന്ന എല്ലാത്തിന്റെയും കൂടെ സം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കണം അല്ലെ? എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഞാൻ നിങ്ങൾക്ക് 1, 3, 5, 7, 9, 11. അപ്പോൾ ഇവിടെ മൊത്തം 6 ഒബ്സർവേഷൻസ് ഞാൻ തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം എടുക്കണം. എടുത്ത് ചെയ്തോ നിങ്ങള്? ചെയ്തോ. അപ്പൊ ആവറേജ് ഈക്വൽ എത്ര വരും? ആറാണ് കിട്ടിയത് അഫാന. ഓക്കെ, നോക്കട്ടെ. എല്ലാരും ഉത്തരം പറയണം കേട്ടോ. എല്ലാരും ചെയ്ത് നോക്കിയിട്ട് ഉത്തരം എന്നോട് പറയണം. ഞാനും ഇവിടെ ചെയ്ത് നോക്കാം. 1 + 3 + 5 + 7 + 9 + 11 അല്ലെ? എല്ലാത്തിന്റെയും കൂടെ സം എടുത്തു. ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് അല്ലെ? സോ ഡിവൈഡ് ബൈ 6. ഇനി ഇതിന്റെ ഒക്കെ സം എടുക്കാൻ പോവാം. 1 + 3 എന്ന് പറയുമ്പോൾ 4, 4 + 5 എന്ന് പറയുമ്പോൾ 9, 9 + 7 എന്ന് പറയുമ്പോൾ 16, 16 + 9 എന്ന് പറയുമ്പോൾ 25, 25 + 11 എന്ന് പറയുമ്പോൾ 36. സോ 36 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും അല്ലെ?
ടോട്ടൽ സമ്മ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 36 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടി. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം? അഫാൻ പറഞ്ഞ ഉത്തരം എത്രയായിരുന്നുടാ? 6. യെസ്, മിടുക്കൻ. എല്ലാവർക്കും കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ 6 എന്ന് കിട്ടും. ഓക്കെ, ആവറേജ് നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ നിങ്ങൾ അതിന്റെ ആവറേജ് കണ്ടുപിടിച്ച് കൊടുക്കൂലേ? കൊടുക്കൂലേ? കൊടുക്കോ ഇല്ലയോ? പറഞ്ഞേ. കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരത്തുള്ളൂ. ചെയ്തിട്ട് എന്തെങ്കിലും ഉത്തരം ഇങ്ങോട്ട് തന്നെ. ഓക്കെ, അൻസില വന്നതേ ഉള്ളൂ, ഇപ്പൊ കയറിയതുള്ള ക്ലാസ്സില്. സാരില്ല, നമ്മള് പുതിയ ചാപ്റ്റർ എടുത്തു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ പ്രൊപ്പോർഷൻ നമ്മൾ ഇന്നലെ തീർത്തു. നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. ആ ചാപ്റ്ററിൽ ആകെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ആണ് ആവറേജ് അഥവാ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ആവറേജ് ഈസ് ഈക്വൽ ടു ഒരു ഒബ്സർവേഷൻസ്, നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് കാണാൻ ഇത്രയും ചെയ്താൽ മതി. ആ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് ഡിവൈഡ് ബൈ അവിടെ എത്ര നമ്പറുകൾ ഉണ്ടെന്ന് നോക്കുക. അത്രയും ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, മനസ്സില്ല? ചെയ്തോ ഇതാ? ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ നോക്കി നിങ്ങള്. ഇത് കഴിഞ്ഞില്ല എല്ലാരും? ഈ ഒരു ചോദ്യം എഴുതിക്കേ നിങ്ങള്. ഈ ഒരു ചോദ്യം എഴുതിക്കേ, പെട്ടെന്ന് എഴുതിക്കോ കേട്ടോ. The daily earning of 5 friends who work in a factory are 350, 400, 450, 450 and ഒരെണ്ണോട് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ എത്ര പേരാ? 5 പേരുടെ കാര്യം പറയണേ. അപ്പം ഇവിടെ 4 ഉള്ളൂ. സോ ഒരെണ്ണോടെ നിങ്ങൾ കൂട്ടിക്കോ. ഒരു 400 കൂടെ കൂട്ടിക്കോട്ടെ. ഇതിലൂടെ ഒരു 400 കൂടെ കൂട്ടിക്കോ. 400 റസും കൂടെ കൂട്ടിക്കോ. RS എന്ന് പറയുന്നത് എന്താണ്? റുപ്പീസ് കേട്ടാ. അത് എഴുതിയിട്ട് നിങ്ങൾ വാട്ട് ഈസ് ദ ആവറേജ് ഡെയിലി ഏർണിംഗ് ഓഫ് എ വർക്കർ ഇൻ ദിസ് ഗ്രൂപ്പ്. കണ്ടല്ലോ, ഇവിടെ ആദ്യത്തത് 350 രൂപ, പിന്നെ 400. എന്തോ ഒറ്റയ്ക്കാ ചെയ്യണ്ടേ? പിന്നെ ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞോ? ആഹാ, അപ്പൊ എന്താ? 350 രൂപ, 400 രൂപ, 450 രൂപ, പിന്നെയും 450, പിന്നെ അവസാനം ഒരു 400 രൂപയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്? 5 പേരുടെയാ. The daily earning of 5 friends who work in a factory. 5 പേരുടെ. അപ്പോൾ 5 സാലറി വേണ്ടേ? അല്ലെങ്കിൽ 5 തുക വേണമല്ലോ അവിടെ. അപ്പൊ ഏതൊക്കെ? 350. അത് സാരമില്ല. ഇപ്പം ഒരാൾക്ക് 400 ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്ക് ഇപ്പൊ 400 ഏണിങ് വരാണ്ടിരിക്കാൻ പറ്റുമോ? 2 പേർക്ക് ഒരുപോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, 2 പേർക്ക് ഒരുപോലെ ഏണിങ് ഉണ്ട്, അത്രേ ഉള്ളൂ. അതൊന്നും സാരമില്ല. അങ്ങനെ വന്നെന്ന് പറഞ്ഞപ്പോ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റൂലോ. പിന്നെന്താ കുഴപ്പം? 350 ഉണ്ട്, 400 ഉണ്ട്, 450 ഉണ്ട്, വീണ്ടും 450 ഉണ്ട് അല്ലെ, പിന്നെ വീണ്ടും ഒരു 400. അപ്പൊ ഇത്രയാണ് 5 ഫ്രണ്ട്സിന്റെ ഡെയിലി ഏണിംഗ് എന്ന് പറയുന്നത്. എനിക്ക് കാണേണ്ട എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് ഡെയിലി ഏണിംഗ് ഓഫ് എ വർക്കർ ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് എ വർക്കർ കേട്ടോ. ഒരാളുടെ ആവറേജ് അപ്പൊ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ? ആവറേജ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്താ എഴുതാം? നേരത്തെ നമ്മൾ ചുമ്മാ നമ്പേഴ്സ് ആയതുകൊണ്ട് ടോട്ടൽ സംബന്ധം എഴുതി. ഇവിടെ എനിക്ക് എന്താ എഴുതാം? ടോട്ടൽ, ഈ തന്നിരിക്കുന്ന ഓരോന്നും എന്താണ്? ഏണിങ്സ് അല്ലേ ഓരോരുത്തരുടെ. അപ്പൊ എനിക്കിവിടെ എന്ത് എഴുതാം? ടോട്ടൽ ഏണിങ്സ് അല്ലെ. ടോട്ടൽ ഏണിങ്സ് എല്ലാത്തിന്റെയും കൂടെ ടോട്ടൽ, അല്ലെങ്കിൽ സം എന്ന് എഴുതാം. സം ഓഫ് ടോട്ടൽ ഏണിംഗ്, അല്ലെങ്കിൽ സം ഓഫ് ഏണിങ്സ് എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോ. കാര്യം നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന എല്ലാം കൂടെ കൂട്ടണം അല്ലെ. ടോട്ടൽ ഏണിംഗ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് വർക്കേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് വർക്കേഴ്സ്. എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞേക്കണേ? ഇവിടെ എത്ര പേരുടെ ഏണിംഗ് തന്നേക്കണേ? 5 പേരുടെ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയായിരിക്കും? 5 ആയിരിക്കും. കിട്ടിയോ നിങ്ങൾക്ക്? ഉത്തരം കിട്ടിയോ? എന്നാ പെട്ടെന്ന് ചെയ്തോ. ആർക്കെങ്കിലും കിട്ടിയാടാ? കിട്ടിയ ഉത്തരം പറഞ്ഞോട്ടോ. ഇവിടെ നമ്പർ ഓഫ് 410 ആർക്കാ കിട്ടിയതാ? ഹൃദയാണോ? ഓക്കെ, മിടുക്കൻ. അടുത്ത ആള് ആൻസർ ഞാൻ അവസാനം പറയൂ കേട്ടോ. 410 ഹൃദയക്ക് കിട്ടി. അടുത്ത ആള് പറഞ്ഞ ഉത്തരം?
അഫാന് 410 കിട്ടി. ഓക്കെ, അടുത്തയാള് എല്ലാരും ചെയ്യണം. നജിലെ ഉത്തരം പറഞ്ഞേടാ. ആർക്കാ? ഇനികയ്ക്ക് 410 ആണോ? ഓക്കെ, അടുത്തയാള് നജിലെ ചെയ്തു കഴിഞ്ഞോ? അതുപോലെ അൻസില്ല എത്രയാ? 410. അപ്പൊ നമുക്കത് ഉറപ്പിക്കാം അല്ലെ? ആർക്കും തെറ്റിയിട്ടൊന്നുമില്ല, കാരണം എല്ലാവർക്കും 410 കിട്ടിയേക്കാൾ നമുക്കത് ഉറപ്പിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം കൂടെ കൂട്ടിയപ്പോ നിങ്ങൾക്ക് എത്ര കിട്ടി? 350, 400, 450, 450, 400. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോ എത്ര കിട്ടി? 2050 കിട്ടി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്തു. അപ്പോൾ നിങ്ങൾ പറയുന്ന ഉത്തരം 410 ആണെന്ന്. യെസ്, അങ്ങനെയാണെങ്കിൽ ശരിയാണ്, 410 ആണ്. ഓക്കെ, ഒരു ചാപ്റ്റർ തുടങ്ങി ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നു അല്ലേ? ഞാൻ ചെയ്യാണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു. അതിൽ നിന്നും എന്ത് മനസ്സിലായി? ഈ ചാപ്റ്റർ നിങ്ങൾക്ക് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? പെട്ടെന്ന് ചെയ്ത് തെറ്റിക്കൊന്നും ചെയ്യരുത്. സമാധാനത്തോടെ ഇരുന്ന് ചെയ്ത് സമാധാനത്തോടെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കൂട്ടിയതൊക്കെ ശരിയാണോ, ഡിവൈഡ് ചെയ്ത് ശരിയാണോ ഒക്കെ ഒന്ന് നോക്കുക. കാരണം സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റിയ ചാപ്റ്റർ അല്ലേ നിങ്ങൾക്ക്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തോണം എല്ലാരും. ഓക്കെ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തോണം. എന്നാ അടുത്ത ചോദ്യം തരട്ടെ, ചെയ്തോളേ? ഓക്കെ, സെറ്റ്. പിടിച്ചു വന്ന അടുത്ത ചോദ്യം. പെട്ടെന്ന് ചെയ്തോളാം. ആരാ ആദ്യ ഉത്തരം പറയണം നോക്കട്ടെ. തെറ്റിയാലൊന്നും കുഴപ്പമില്ല കേട്ടാ. ഇപ്പൊ ഇവിടെ എന്റെ ക്ലാസ്സിൽ എന്റെ അടുത്ത് ഉത്തരം പറയുമ്പോൾ തെറ്റിപ്പോയെന്ന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടാണല്ലോ തെറ്റിപ്പോയത്, അതുകൊണ്ട് എനിക്ക് ഒരു വിഷയമില്ല. എല്ലാവരും അവിടെ ഇരുന്ന് ചെയ്ത് നോക്കുക, ഉത്തരം പെട്ടെന്ന് പറയാൻ നോക്കുക കേട്ടാ. ആരാദ്യം പറയണം നോക്കട്ടെ ഇതിന് ഉത്തരം? എല്ലാരും ചെയ്യണം കേട്ടോ, എല്ലാരും തന്നെ ചെയ്യണം. ഒരു കാര്യമുണ്ട്, ആൻസർ ആരും അൺമ്യൂട്ട് ചെയ്ത് വിളിച്ചു പറയണ്ട. ചെയ്ത് കഴിഞ്ഞു എന്നോട് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ആൻസർ എന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. എന്നോട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ കുഴപ്പമില്ല, പക്ഷെ ആൻസർ എന്ത് ചെയ്യുക? ഒച്ചത്തിൽ വിളിച്ച് പറയണ്ട. ഓക്കെ, എല്ലാവർക്കും നമുക്ക് ഒരുപോലെയാണ് കിട്ടണമെന്ന് നോക്കാം. അപ്പൊ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ആൻസർ കമന്റ് ചെയ്യുക, ഞാൻ നോക്കിക്കോളാം. The runs scored by a batsman in 10 matches are given below. അല്ലെ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, ഒരു ബാറ്റ്സ്മാൻ 10 കളികളിൽ നിന്നായി സ്കോർ ചെയ്ത റൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ആദ്യത്തെ കളിയിൽ 40 റണ്ണ്, രണ്ടാമത്തെ കളിയിൽ അദ്ദേഹം 27 റൺ എടുത്തു, മൂന്നാമത്തെ കളിയിൽ 33, അങ്ങനെ നാലാമത്തിൽ 28, പിന്നെ 52, 35, 55, 21, 39, അവസാനം 60 അല്ലെ. 10 കളിയിൽ നിന്ന് അദ്ദേഹം എടുത്ത സ്കോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഇറ്റ്സ് ആവറേജ് അല്ലേ. നമുക്കറിയാം, ആവറേജ് കാണാനുള്ള ഇക്വേഷൻ അറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ അതൊക്കെ എഴുതുക. ആദ്യം തന്നെ ഇക്വേഷൻ എഴുതിക്കോണം കേട്ടാ. ഈ ചോദ്യം കിട്ടിയാൽ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി വെച്ചോളുക. കാരണം എന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ ഇക്വേഷൻ ഒന്നും എഴുതില്ല, ചുമ്മാ അങ്ങോട്ട് എഴുതി കൂട്ടുക, അപ്പുറം ഇപ്പുറം കൂട്ടി ആൻസർ എഴുതി വെച്ചു. ആ ആൻസർ തെറ്റിയും കൂടെ പോയാണ്ടല്ലോ ഈ ചോദ്യത്തിന് 3 മാർക്കാണ്, 0 മാർക്ക് അവിടെ ഇട്ട് വെക്കും. ഇനി അതല്ല, നിങ്ങൾ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചു അവിടെ, എന്നിട്ട് നിങ്ങൾ അവസാനം ഉത്തരം എഴുതി കാൽക്കുലേഷൻ ചെയ്ത് തെറ്റിച്ചു എന്ന് വെച്ചോ, അപ്പൊ ടീച്ചർ എന്തായാലും ചിലപ്പോ ചില ടീച്ചേഴ്സ് 1 മാർക്ക് വരെ അവിടെ തരും. ഓക്കെ, ചിലർ 1/2 മാർക്ക് തരും, എങ്കിലും ചിലർ 1 മാർക്ക് വരെ തരും. ഇക്വേഷൻ എഴുതിയില്ലോ, അപ്പൊ അവന് ചെയ്യാൻ അറിയാം അല്ലെ. ഇക്വേഷൻ എഴുതിയെങ്കിൽ അവന് ചെയ്യാൻ അറിയാം, അപ്പൊ അവന് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്, അതുകൊണ്ട് ചിലപ്പോ 1 മാർക്ക് വരെ അവിടെ തന്നേക്കാം. ഓക്കെ ഹൃദയ്, ഓക്കെ, അതുപോലെ അൻസില്ല, ഓക്കെ. ഞാൻ നോക്കട്ടെ കേട്ടോ, എല്ലാവരും ആൻസർ ഒരുപോലെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഹൃദയ കമന്റ് ചെയ്തിട്ടുണ്ട്, അൻസില്ല കമന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആള് പോരട്ടെ. യെസ്, മുഹമ്മദ് നജിൽ, ഓക്കെ. നജിലെ എല്ലാം കൂടെ ആഡ് ചെയ്തോ ഉള്ളോ അതോ ഇനി ഡിവൈഡ് ചെയ്തോ? എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നീ ഡിവൈഡ് ചെയ്തോ? ഡിവൈഡ് ചെയ്തിട്ടാണോ ആൻസർ ചെയ്തേക്കണേ? ഒന്നുകൂടെ ആലോചിക്കേ. ഇനിക, ഓക്കെ. യെസ്, നജില് കമന്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഗുഡ്. ഇനി ആരാ കമന്റ് ചെയ്യാനുള്ളത് നമ്മുടെ ക്ലാസ്സില്? അഫാൻ കമന്റ് ചെയ്തായിരുന്നു. അഫാനെ പെട്ടെന്നാട്ടെ, എല്ലാരും കമന്റ് ചെയ്തിട്ട് ഞാൻ പറയുള്ളൂ. തനിഷ എത്തിയിട്ടുണ്ടല്ലോ. തനിഷ ക്യാമറ ഓൺ ചെയ്തിരുന്നേ.
തനിഷ്. നമ്മളെന്തായിരുന്നു ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതി വെച്ചേക്കാം. ആവറേജ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ നമുക്ക് പറയാം ടോട്ടൽ റൺസ് അല്ലെ. നമ്മൾ എല്ലാ റൺസോടും കൂട്ടും. ടോട്ടൽ റൺസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മാച്ചസ് അല്ലെ. നമ്പർ ഓഫ് മാച്ചസ് എന്ന് വേണേ പറയാം. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾ ആവറേജ് ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാലും മതി. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അങ്ങനെ എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ ആ ഒരു ചോദ്യത്തിനനുസരിച്ച് ഞാൻ ഇക്വേഷനെ ചുമ്മാ ഒന്ന് മാറ്റിയെന്നുള്ളൂ. നമ്മൾ ടോട്ടൽ സം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ടോട്ടൽ റൺസ് എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ, ക്രിക്കറ്റ് കളിയിലെ ഒരു ബാറ്റ്സ്മാൻ സ്കോർ ചെയ്ത റൺസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നിങ്ങളെ പഠിപ്പിച്ചേക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നമ്പർ ഓഫ് മാച്ചസ് എന്ന് എഴുതിയേ? 10 കളികളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ. 10 മാച്ചസിൽ നിന്നും സ്കോർ ചെയ്ത റൺസിന്റെ കാര്യം പറഞ്ഞേ. സോ അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ചുമ്മാ ഒന്ന് മോഡിഫൈ ചെയ്തു കേട്ടോ. നിങ്ങൾ ആ പഠിപ്പിച്ച രീതി തന്നെ ഇക്വേഷൻ എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. എന്താ, ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഇങ്ങനെ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. ഇങ്ങനെ എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിക്കാം. നമ്മൾ ഇവിടെയും ഉദ്ദേശിക്കുന്നത് സെയിം തന്നെ അല്ലടാ. മറ്റേടത്ത് ഞാൻ ടോട്ടൽ സം എന്ന് ഉദ്ദേശിക്കുന്നിടത്ത് ഇവിടെ എന്താ, അത് ടോട്ടൽ റൺസ് ആയി. മറ്റേടത്ത് ഞാൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നിടത്ത് ഇവിടെ എന്തായി, അത് നമ്പർ ഓഫ് മാച്ചസ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കമന്റ് ഞാൻ കണ്ടു, എല്ലാവരുടെയും ഉത്തരം ശരിയാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഒരു കൈയടി കേട്ടാ, എല്ലാവർക്കും കൈയടി. എല്ലാവരുടെയും ഉത്തരം ശരി, ആരും തെറ്റിച്ചിട്ടില്ല, മിടുക്കരാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. എല്ലാരും ചെയ്തല്ലോ, എല്ലാരും ചെയ്ത് കമന്റ് ചെയ്തല്ലോ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാരും കമന്റ് ചെയ്തു. ഒത്തിരി സമയം ഒന്നും എടുത്തില്ല. നിങ്ങൾ മിടുക്കരാ. ഇത്രയും സ്പീഡ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റിക്കാണ്ട് ചെയ്തല്ലോ അത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നിങ്ങൾ അല്ലെ 10 സ്കോറുകൾ, ഈ 10 സ്കോറുകൾ നിങ്ങൾ ആദ്യം കൂട്ടി, അതാണ് ടോട്ടൽ റൺസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? അല്ല അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ എത്ര കിട്ടി മൊത്തം കൂട്ടിയപ്പോൾ? 390 കിട്ടി. യെസ്. എന്നിട്ട് അതിനെ നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? നമ്പർ ഓഫ് മാച്ചസ് ആയ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. യെസ്, 390 ഡിവൈഡഡ് ബൈ 10 which is equal to എത്ര വരും മക്കളെ? 39 വരും. യെസ്, എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ കളിയിലെ ആ ഒരു ബാറ്റ്സ്മാൻ 10 കളിയിൽ സ്കോർ ചെയ്തേക്കുന്ന സ്കോറുകളാണ് നേരത്തെ തന്നേക്കുന്നതെങ്കിൽ അയാളുടെ ആവറേജ് സ്കോർ അല്ലെ, ഓരോ കളിയിലും അയാൾ ആവറേജ് എത്ര സ്കോർ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര വീതം? 39 റൺ വീതം എങ്കിലും അയാൾ സ്കോർ ചെയ്യുന്നുണ്ട് ആവറേജ് അല്ലെ. ചില കളിയിൽ 39 കൂടുതലായിരിക്കാം, ചില കളികളിൽ 39 താഴെ ആയിരിക്കാം. നമ്മളെന്താ ആവറേജ് നോക്കി, അതിന്റെ ആവറേജ് നോക്കി കണ്ടുപിടിച്ചു. ഓക്കെ, 39 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. കാരണം ഞാനല്ല ഇത് കണ്ടുപിടിച്ചേ, നിങ്ങളാണ് എനിക്ക് കണ്ടുപിടിച്ചു തന്നത് അല്ലെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ഇക്വേഷൻ ഓർത്തിരിക്കുക, ചെയ്യുക. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാപ്പാടം പഠിക്കാൻ പാടുള്ള ഇക്വേഷൻ ഒന്നല്ലോ അല്ലെ. സിമ്പിൾ ഇക്വേഷൻ, സിമ്പിൾ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ നമുക്ക്. അടുത്ത ചോദ്യം ഇതൊന്ന് നോക്കിക്കേ. ഇത് ഇച്ചിരി വെറൈറ്റി ഉണ്ട് കേട്ടാ, ചെറിയൊരു വെറൈറ്റി ഉണ്ട്, എങ്കിലും നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്രിക്കറ്റിനെ കുറിച്ച് ചെറിയൊരു അറിവുണ്ടായാൽ മതി. ക്രിക്കറ്റിനെ കുറിച്ച് അറിവ് വേണമെന്നില്ല എങ്കിലും ഇപ്പൊ ഇവിടെ ഇന്ന T20 മാച്ച് 51 റൺസ് were scored in the first 5 overs. ഒരു T20 മാച്ച് ക്രിക്കറ്റ്, അതില് ആദ്യത്തെ 5 ഓവറുകളിൽ ടീം എത്ര സ്കോർ ചെയ്തു? ആദ്യത്തെ 5 ഓവർ കഴിഞ്ഞപ്പോൾ ടീം 51 റൺ സ്കോർ ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് ദ മീൻ റൺ റേറ്റ് ദെൻ. മീൻ റൺ റേറ്റ് എന്നൊക്കെ ചോദിക്കും. റൺ റേറ്റ് എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ആവണ്ട, അവിടെ മീൻ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടാ. അവിടെ എന്താണ് മീൻ കണ്ടുപിടിക്കുക? മീൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ആദ്യത്തെ ചോദ്യം നിങ്ങൾ പുഷ്പം പോലെ ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ, അത് ആദ്യം ചെയ്തോ. എന്നാ ആദ്യത്തെ ചോദ്യം ചെയ്തോ. ഇവിടെ നമുക്ക് കൂട്ടാനും പിടിക്കാനൊക്കെ നിൽക്കണോ? കാരണം മൊത്തം എത്ര റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട്, എത്ര ഓവറിൽ നിന്ന് വന്ന് തന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ മേലടാ. എങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോണേ? മീൻ കണ്ടാ, ഇവിടെ ചിലയിടത്ത് നിങ്ങളോട് മീൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം? മീൻ ഈസ് ഈക്വൽ ടു എന്താണ്?
ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ എന്തെഴുതും? നമ്പർ ഓഫ് ഓവേഴ്സ്. ഇവിടെ നമുക്ക് ഓവേഴ്സ് തന്നേക്കണേ. ഒരു ഓവർ എന്ന് പറഞ്ഞ എത്ര ബോൾസ് ഉണ്ട്? 6 ബോളുകളുള്ളതാണ് ഒരു ഓവർ. ഓക്കെ, അപ്പൊ അങ്ങനെ 5 ഓവറുകളിൽ നിന്ന് അടിച്ചു കൂട്ടിയതാണ് എത്ര? 51 റൺസ്. 5 ഓവർ ബാറ്റ് ചെയ്തിട്ടാണ് 51 റൺസ് സ്കോർ ചെയ്തത്. അപ്പോൾ ഒരു ഓവറിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? മീൻ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ എത്ര റൺസ് അടിച്ചു എന്ന് കണ്ടുപിടിക്കണം. അത് എന്ത് ചെയ്താൽ മതി? 5 ഓവറിലാണ് 51 റൺസ് എങ്കിൽ ഒരു ഓവറിലെ കാണാൻ എന്ത് ചെയ്താൽ മതിടാ? നമ്മൾ ടോട്ടൽ റൺസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓവേഴ്സ്. അതാണ് എന്ത്? മീൻ. അപ്പൊ ടോട്ടൽ റൺസ് എത്ര? ഇവിടെ ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് 51 ആണ് തന്നിട്ടുണ്ട്. എത്ര ഓവേഴ്സിലാണ്? നമ്പർ ഓഫ് ഓവേഴ്സ് എന്ന് പറയുന്നത് എത്ര ഓവേഴ്സിൽ നിന്ന് 51 റൺ അടിച്ചത്? എത്ര ഓവേഴ്സിൽ നിന്ന്? 5 ഓവറിൽ നിന്നല്ലേ 51 റൺ അടിച്ചത്. അപ്പോൾ 51 ഡിവൈഡ് ബൈ 5 എത്രയാന്ന് കണ്ടുപിടിച്ചടാ? മീൻ റൺ റേറ്റ് എത്രയാന്ന് കണ്ടുപിടിച്ചത് നിങ്ങള്? കിട്ടിയോ നിങ്ങക്ക്? മീൻ റൺ റേറ്റ് കിട്ടിയോ? യെസ്. എത്ര കിട്ടി നീക? ഓക്കെ, അൻസിലിയാണോ? അഫാനാണോ? ഓക്കെ, ഓക്കെടാ. ഓക്കെ, അഫാനെ പറഞ്ഞാടാ, എത്ര കിട്ടി? 10.2. യെസ്, അതെ. നജിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, അൻസില്ല കമന്റ് ചെയ്തിട്ടുണ്ട്, അഫാൻ കമന്റ്. യെസ്, അതെ, എനിക്കും കിട്ടി 10.2 അല്ലേ? അപ്പോൾ ഒരു ഓവറില് 5 ഓവറിൽ നിന്ന് 51 റൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവറിൽ ആ ബാറ്റ്സ്മാൻ അടിച്ച അല്ലെങ്കിൽ ആ ടീം അടിച്ച റൺ എത്രയായിരിക്കും? 10.2 വീതം അല്ലെ? ഓരോ ഓവറിലും 10.2 റൺ വെച്ച് അടിക്കുന്നുണ്ട്. അപ്പോഴല്ലേ 5 ഓവർ ആയപ്പോ എത്രയായത്? 51 റൺസ് ആയത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനിയും വരും. ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. 10 ഓവറിൽ ഇത്ര റൺസ് അടിച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ മീൻ റൺ റേറ്റ് എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന റൺസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓവേഴ്സ്. 10 ഓവർ തന്നേക്കണെങ്കിൽ തന്നിരിക്കുന്ന റൺസ് ഡിവൈഡ് ബൈ 10. ഇവിടെ എത്രയായിരുന്നു തന്നിരിക്കുന്ന റൺസ്? 51. സോ 51 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓവേഴ്സ് 5. സോ 51 ഡിവൈഡ് ബൈ 5. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ മീൻ റൺ റേറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം, ഇഫ് ദിസ് റൺ റേറ്റ് ഈസ് മെയിൻറ്റൈൻഡ്. ഇതേ രീതി റൺ അടിച്ചുകൊണ്ടിരിക്കുകയാണേ, ഇതേ രീതി തന്നെ ബാറ്റ്സ്മാൻ റൺ അടിച്ചുകൊണ്ടിരിക്കുക, ടീം റൺ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ദേ ക്യാൻ എക്സ്പെക്ട്? അങ്ങനെയെങ്കിൽ എല്ലാ ഓവറും കഴിയുമ്പോൾ, ഓവർ ഫുള്ള് കഴിയുമ്പോൾ എത്ര റൺസ് അവർക്ക് ഉണ്ടാവും? എത്ര റൺസ് മൊത്തം എടുക്കും അവര്? അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതെന്ത് മാച്ചാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇതെന്ത് മാച്ചാണ്? ഇതൊരു ക്രിക്കറ്റ് മാച്ചാണ്. ഈ ക്രിക്കറ്റ് മാച്ചിന്റെ പ്രത്യേകത എന്താ? ഇത് എത്ര ഓവേഴ്സ് ഉള്ള ക്രിക്കറ്റ് മാച്ചാ? ആർക്ക് പറയാം? ബോയ്സിന് അറിയാൻ എനിക്ക് തോന്നുന്നു. ബോയ്സിന് അറിയാം. ഗേൾസിൽ ആരെങ്കിലും പറഞ്ഞേ? അൻസിലിയോ ഇനിക്കോ ഒന്ന് പറഞ്ഞേ. ഇത് എത്ര ഓവറുള്ള കളിയാണ് ക്രിക്കറ്റില്? മൊത്തം എത്ര ഓവർ കളി ഈ ക്രിക്കറ്റില്? 6 ഓവറോ? ക്രിക്കറ്റ് കണ്ടിട്ടേ ഇല്ല, കാണാറേ ഇല്ല ക്രിക്കറ്റ്. എടാ ചോദ്യത്തിന് തുടക്കം ഒന്ന് വായിച്ചേ. ചോദ്യത്തിന് തുടക്കം ഒന്ന് വായിച്ചിരിക്ക. ചോദ്യത്തിന് തുടക്കം വായിക്കുക. ഒന്നുകൂടെ T20 മാച്ച്. അപ്പൊ എത്ര ഓവർ കളിയായിരിക്കും? അവിടെ എവിടെ 5 എന്നുള്ള അർത്ഥം തന്നെ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാമോ? അപ്പൊ എത്ര ഓവർ കളിയായിരിക്കും T20? 20 ഓവർ മാച്ച് ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ക്രിക്കറ്റ് കളിയിൽ ഇങ്ങനെ പല കളികളുണ്ട്, പല ഫോർമാറ്റുകളുണ്ട്. 2020 മാച്ച് ഉണ്ട്. T20 എന്ന് വെച്ചാൽ 2020 20 ഓവർ മാച്ച്. ഇനി വൺ ഡേ മാച്ച് എന്ന് പറയും. 50 ഓവർ വേൾഡ് കപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? 50 ഓവർ മാച്ച് വൺ ഡേ, അതാണ് 50 ഓവർ കളി. ഇനി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ദിവസം ഓവർ ലിമിറ്റ് ഇല്ല. ഒരു ദിവസം എന്നല്ല, ഒരു ദിവസം ഓവർ ലിമിറ്റ് ഉണ്ട്, 90 ഓവർ ആണ്. അപ്പൊ പക്ഷെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെ 3 ഫോർമാറ്റിലായിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങളോട് എന്താ? T20 മാച്ച്. അതായത് ഈ കളിയിൽ എത്ര ഓവർ ഉണ്ട് മക്കളെ? മൊത്തം 20 ഓവറുകൾ ഉണ്ട്. ഓക്കെ, 20 ഓവറുകൾ ഉണ്ട് ഈ കളിയിൽ കേട്ടാ. അപ്പൊ 20 ഓവറുകളുള്ള കളിയിലാണ് ആദ്യത്തെ 5 ഓവറിൽ അവർ എത്ര അടിച്ചത്? 51 റൺ അടിച്ചത്. ഓക്കെ ആണോ? 20 ഓവർ കളിയുണ്ട്, മൊത്തം 20 ഓവർ ഉണ്ട്. അതിൽ ആദ്യത്തെ 5 ഓവർ അവർ ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 51 റൺ അടിച്ചു. അങ്ങനെയെങ്കിൽ അവസാനം വരെയും ഈ റൺ റേറ്റ് തന്നെ ബാറ്റ് ചെയ്താൽ, നമ്മൾ ഒരു റൺ റേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഓരോ ഓവറിൽ എത്ര റൺ അടിക്കണമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ.
അപ്പൊ ഇതേ റൺ റേറ്റിൽ തന്നെ അവർ കളിച്ചാൽ 20 ഓവർ കഴിയുമ്പോൾ എത്ര റൺസ് ആ ടീമിനുണ്ടാവും? എത്ര റൺസ് ഉണ്ടാവും? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടില്ല അല്ലെ, ടോട്ടൽ റൺസ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല, നമ്മളെ കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഇവിടെ നമുക്ക് മീൻ അല്ല കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ റൺസ് കണ്ടുപിടിക്കണ്ടേ. പക്ഷെ മീൻ നമുക്കറിയാലോ, മീൻ നമ്മുടെ കയ്യിലുണ്ട്. ശരിയാണോ അല്ലയോ? മീൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് കണ്ടുപിടിക്കുന്ന ടോട്ടൽ റൺസാ. അപ്പൊ ഇവിടെ നോക്കി നിങ്ങള്, ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിക്കോട്ടെ. മീൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ റൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓവേഴ്സ്. കുഴപ്പമില്ലല്ലോ. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി. ഇവിടെ നമുക്ക് മീൻ അറിയാൻ മേലടാ മക്കളെ, നമ്മൾ കണ്ടുപിടിച്ചല്ലേ മീൻ കണ്ടുപിടിച്ചിട്ടില്ലേ? എത്രയാ? 10.2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആ മീനിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുക? 10.2. ഓക്കെ, ഈസ് ഈക്വൽ ടു ടോട്ടൽ റൺസ് എത്രയാണെന്ന് അറിയാവോ? നമുക്കിപ്പം അറിയാവോ ടോട്ടൽ റൺസ് ഇപ്പൊ എത്രയാണെന്ന് അറിയാവോ? 5 ഓവറിൽ അടിച്ചത് 51 അറിയാം. പക്ഷെ കളി തീർന്നപ്പോൾ എത്ര റൺസ് അടിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ ചോദിച്ചത്. വാട്ട് ഈസ് ദ ടോട്ടൽ ദേ ക്യാൻ എക്സ്പെക്ട് അല്ലെ? കളി തീർന്നു കഴിയുമ്പോൾ എത്ര റൺസ് അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര റൺസ് അവർ അടിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് റൺസ് ഇവിടെ അറിയത്തില്ല, സോ ടോട്ടൽ റൺസിന്റെ അവിടെ ടോട്ടൽ റൺസ് എന്ന് തന്നെ ഇട്ടോ, നമുക്ക് കണ്ടുപിടിക്കേണ്ടതാ. ഡിവൈഡഡ് ബൈ ഇവിടെ നമ്പർ ഓഫ് ഓവേഴ്സ് എത്രയാ? നമ്പർ ഓഫ് ഓവേഴ്സ് ഇവിടെ എത്ര കൊടുക്കണ്ടേ? പറഞ്ഞോ, എത്രയാ കൊടുക്കണ്ടേ? അൻസില്ല പറഞ്ഞാൽ മോളെ, ഇവിടെ എത്രയായിരിക്കും നമ്മൾ നമ്പർ ഓഫ് ഓവേഴ്സ് കൊടുക്കേണ്ടത്? യെസ്, ബോയ്സിന് അറിയാതെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ബോയ്സിനോട് ചോദിക്കാതെ. അൻസില്ല അൺമ്യൂട്ട് ചെയ്ത അൻസില്ല. 20 ആണ്. എന്തുകൊണ്ടാ? ഇതൊരു 20-20 മാച്ച് ആണല്ലേ, 20 ഓവർ മാച്ചാ. അപ്പോൾ ഇഫ് ദിസ് റൺ റേറ്റ് ഈസ് മെയിൻറ്റെയിൻഡ്, വാട്ട് ഈസ് ദ ടോട്ടൽ? ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മൊത്തം കളി കഴിയുമ്പോൾ എത്ര റൺസ് അടിക്കും അല്ലെ? കളി കഴിയുമ്പോൾ എത്ര റൺസ് അടിക്കും എന്നുള്ളതാണ്. കളി കഴിയണമെങ്കിൽ എത്ര ഓവർ എറിയണം? മനസ്സില്ല, എത്ര ഓവർ എറിയണം? 20 ഓവർ എറിയണം അല്ലെ? കാരണം ഇതെന്താണ്? ഇതൊരു 20-20 മാച്ച് ആണ്, മൊത്തം 20 ഓവർ ഉണ്ട്. സോ നമ്മൾ ഇവിടെ ടോട്ടൽ റൺസ് കാണുമ്പോൾ ഓവർ എത്രയാ കൊടുക്കണ്ടേ? 20 ഓവറും കൊടുക്കണം. സോ നമ്പർ ഓഫ് ഓവേഴ്സിന്റെ അവിടെ ഞാൻ 20 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്നും ടോട്ടൽ റൺസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും ടോട്ടൽ റൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 20നെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഈ 20നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെടാ, ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ 10.2 into 20 is equal to ടോട്ടൽ റൺസ് എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് വരും? 10.2 into 20 is equal to എന്താണ്? ടോട്ടൽ റൺസ്. അപ്പൊ ഞാൻ ഭംഗിയായിട്ട് ഞാൻ ടോട്ടൽ റൺസിനെ ഇപ്പുറത്തോട്ട് എഴുതും കേട്ടോ. ടോട്ടൽ റൺസ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കിക്കേ, 10.2 into 20 എത്രയാ മക്കളെ? 204. എല്ലാവർക്കും കിട്ടിയതാ? 10.2 into 20 എല്ലാരും ചെയ്തോ നിങ്ങള്? 204 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 204 റൺസ് അല്ലേ? അപ്പൊ വാട്ട് ഈസ് ദ ടോട്ടൽ ദേ ക്യാൻ എക്സ്പെക്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഒരു 204 റൺസ് അവർ അടിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? ഒരു 204 റൺസ്. എങ്ങനെ? 5 ഓവറിൽ 51 അടിച്ച ടീം അല്ലേ? അപ്പൊ റൺ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ എന്താ? മീൻ കണ്ടുപിടിച്ചു. മീൻ എത്രയാണ്? 10.2. അപ്പൊ അതേ മീനിൽ തന്നെ പോയാൽ, ഈ 10.2 എന്ന് പറഞ്ഞ അതേ റൺ റേറ്റിൽ തന്നെ അവർ ബാറ്റ് ചെയ്താൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? 20 ഓവറും കഴിയുമ്പോൾ ആ ടീം എത്ര റൺസ് സ്കോർ ചെയ്തു നമുക്ക് പറയാൻ പറ്റി. അപ്പൊ ഇനി ഇതേ മോഡൽ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ തന്നെ ചെയ്യില്ലേ? ചെയ്യും അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന റൺസും തന്നിരിക്കുന്ന ഓവറും വെച്ച് എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം അല്ലേ? പിന്നെ നമുക്ക് എത്ര ഓവർ കളിയാൻ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മീൻ ഇവിടെ കൊടുക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യണം? മീൻ കൊടുത്ത് കളിക്കണം. മീൻ കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ടോട്ടൽ റൺസ്. അപ്പോഴാണ് നമുക്ക് അറിയത്തില്ലാത്ത അല്ലെ? അപ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ റൺസ് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അത് നമ്മൾ എങ്ങനെ എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. എത്രയാണ് ഇപ്പോൾ ടോട്ടൽ റൺസ് എന്ന് പറയുന്നത്? 204 ആണ്. തനിഷയെ ക്ലിയർ ആണോ നിനക്ക്? തനിഷയെ അൺമ്യൂട്ട് ചെയ്തേ. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ്. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ. ഇവിടെയാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം തുടങ്ങണം. ഇത് ഒന്നാമത്തെയാണ്, ഇതാണ് രണ്ടാമത്തെ ഉത്തരം. ഓക്കെ, പോയാലോ? എല്ലാരും എഴുതി കഴിഞ്ഞോ? മനസ്സില്ല? ഓക്കെ ആണോ? അനന്തു
സെറ്റാണ്. അഫാൻ, നജിൽ, ഹൃദയ്, ഞാൻ ബോയ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത എന്താണെന്നറിയോ? ഇതിനകത്ത് ക്രിക്കറ്റ് ആണ്, നിങ്ങൾക്ക് ഏകദേശം അറിയാം, ക്രിക്കറ്റിലെ നിയമങ്ങളും കുറച്ചെങ്കിലൊക്കെ അറിയാലോടാ, ഇല്ലേ? ഇത് ആരുടെ കൈകളാണെന്ന് പറയാൻ പറ്റുമോ മക്കളെ? ആരുടെ കൈകളായിരിക്കും ഈ കൈകൾ? ആരുടെ ആയിരിക്കും? കൈകൾ കണ്ട് സാറിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ഫേമസ് ആണ് സാറിന്റെ കൈയുടെ. സാറിന്റെ കൈ എത്ര ഫേമസ് ആണ്? കൈ വേണ്ടാലേ, വിരല് മതിയല്ലേ സാറിന്റെ? വിരല് മതിയായിരിക്കും. തനുഷൊക്കെ ആക്കിയല്ലോ. തനുഷ ഒന്നും ചോദിച്ചാൽ മിണ്ടില്ല. അങ്ങോട്ട് വായിലെന്ത് മീൻസ് ഞാൻ അൺമ്യൂട്ട് ചെയ്യടാന്ന് പറഞ്ഞു ചോദിച്ചാൽ മിണ്ടുന്നവനാ. ഇപ്പൊ ദേ ഇങ്ങോട്ട് അൺമ്യൂട്ട് ചെയ്ത് മിണ്ടിയേക്കണു. ഓ, അപ്പൊ അജയ് സാറിന്റെ ക്ലാസ് ഒക്കെ ഭയങ്കര വൈബാണ്. എല്ലാരും ഭയങ്കര ആക്റ്റീവ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കണേ? ആഹാ, അജയ് സാർ ഇവിടെ കൊണ്ടുവന്ന് കൈ കാണിച്ചപ്പോഴത്തേക്ക് എന്നതാ ഇവിടെ മേളം? നമ്മളിവിടെ മൊത്തത്തോടെ നിന്നിട്ട് മേളമില്ല. ഞാനിവിടെ മൊത്തത്തോടെ നിൽക്കും, എന്നിട്ടും ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ അജയ് സാറിന്റെ കൈ ഇവിടെ വെച്ചേക്കാം കുറച്ചു നേരത്തേക്ക്. അതുപോലെ എന്നാലെങ്കിലും ഒന്ന് അനക്കൊണ്ടാവും നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് എഴുതി കഴിഞ്ഞല്ലോ. അടുത്ത ചോദ്യത്തിലിട്ട് പോകാം നമുക്ക്. അടുത്ത ചോദ്യം. യെസ്, എന്നാ പിടിച്ചേ, അടുത്ത ചോദ്യം പിടിച്ചേ. ഒരുപാട് ടേബിൾ വരച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ക്വസ്റ്റ്യൻ എഴുതി പെട്ടെന്ന് തന്നെ വരയ്ക്കാട്ടാ. ഡെയിലി വേസ് എന്നൊരു ഹെഡിങ്, നമ്പർ ഓഫ് വർക്കേഴ്സ് എന്നൊരു ഹെഡിങ്, എന്നിട്ട് നടുക്കൊരു വര വരയ്ക്കുക. ഡെയിലി വേസ് അവിടെ താഴെ എഴുതി കൊടുക്കുക. അതുപോലെ നമ്പർ ഓഫ് വർക്കേഴ്സും താഴെ എഴുതുക. ടേബിൾ ഒന്നും വരച്ച് വലിയ ഡെക്കറേറ്റ് ചെയ്യാൻ പോകരുത്, സമയങ്ങളെയില്ല നമുക്ക്. എഴുതി കഴിഞ്ഞാ ഇങ്ങനെ ടേബിൾ വരച്ചുള്ള മോഡൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടാ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഏർണിംഗ് ഡിഫറെന്റ് ഡെയിലി വേജസ് ഇൻ എ ഫാക്ടറി. വാട്ട് ഈസ് ദ ആവറേജ് ഡെയിലി വേജ് ഇൻ ദിസ് ഫാക്ടറി? ഓക്കെ, അതായത് ഓരോ ഡെയിലി വേജുകൾ വന്നിട്ടുണ്ട് അല്ലേ? ആ ഫാക്ടറിയിൽ കൊടുക്കുന്ന ഡെയിലി വേജസ് ആണ് 300 രൂപ കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്ക്, 350 കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇനി 400 രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, 450 രൂപ വെച്ച് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, 500 രൂപ വെച്ച് വരെ ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്ന വർക്കേഴ്സ് ഉണ്ട് അവിടെ അല്ലെ ആ ഫാക്ടറിയിൽ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 300 രൂപ ശമ്പളം മേടിക്കുന്ന എത്ര പേരുണ്ട് ആ ഫാക്ടറിയിൽ? നോക്കിക്കേ, ഓരോരുത്തരും പറഞ്ഞടാ. ഹൃദയ, എത്ര പേരുണ്ട് 300 രൂപ ശമ്പളം മേടിക്കുന്നത്? 2 പേരുണ്ട് അല്ലെ? 300 രൂപ തന്നെ മേടിക്കുന്ന 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് 300 മാത്രം എടുത്താൽ മതി ഒരു സൈഡില്. നമ്മളിപ്പോ ടോട്ടൽ ഡെയിലി വേജസ് എടുക്കുമ്പോൾ 300 മാത്രം എടുത്താൽ മതിയോ? പോരാ, 300 മേടിക്കുന്ന 2 പേരുള്ളപ്പോൾ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം? 300 × 2 ചെയ്യണം അല്ലെ? ഈ സീക്വലിന്റെ എത്രയാ? 600. അപ്പൊ ഡെയിലി വേജ് എത്രയായിട്ട് എടുക്കണം? 600 ആയിട്ട് എടുക്കണം അല്ലെ? ടോട്ടൽ ഡെയിലി വേജ്. അപ്പൊ ഒരു കോളം കൂടെ വരും ഇവിടെ. കാരണം എന്താണ്? ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ള അല്ല. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തെടുത്തൊക്കെ എന്താണ്? ഓരോ ഒബ്സർവേഷനും ഓരോരുത്തർക്കും ഉള്ളതായിരുന്നു. ഇവിടെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരേ വേജ് വന്ന ആള് 2 പേരുണ്ട്. സോ നമ്മൾ വേജിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് × 2 ചെയ്തിട്ട് ഈ ഒരു ഇവിടുത്തെ സംഭവം എടുക്കാൻ. ഓക്കെ, ഇനി അടുത്ത തരാം. അഫാനെ പറഞ്ഞടാ, 350 മേടിക്കുന്ന എത്ര വർക്കേഴ്സ് ഉണ്ടോ അവിടെ? 350 ഡെയിലി വേജ് മേടിക്കുന്ന എത്ര പേരുണ്ട് അവിടെ? 4 പേരുണ്ട്. അപ്പൊ 350നെ 4 കൊണ്ട് ഗുണിക്കണ്ടേ ടോട്ടൽ വേജ് കാണണമെങ്കിൽ? അവിടുത്തെ 350 × 4 അത് എത്രയാണെന്ന് പറഞ്ഞ അഫാനെ? 350 × 4 എത്രയാണ്? 1400. 350 × 4 യെസ് 1400. അഫാൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ കാര്യങ്ങള്. യെസ്, മിടുക്കൻ.
ഓക്കെ, അടുത്തത് ആരാ പറയണം? നമ്മുടെ ആരാ പറയണേ? അനന്തു ആണോ പറയണേ? അനന്തു, 400 രൂപ വെച്ച് മേടിക്കുന്ന എത്ര വർക്കേഴ്സ് ഉണ്ടാ അവിടെ? 400 രൂപ വെച്ച് മേടിക്കുന്നതിന് എത്ര പേരുണ്ടാ? അൺമ്യൂട്ട് ആവില്ലടാ അവിടെ, അൺമ്യൂട്ട് ആവില്ല. നീ ഒന്ന് കമന്റ് ചെയ്താൽ മതി, എന്നാ കമന്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. അവരെന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. 400 രൂപ വെച്ച് മേടിക്കുന്ന എത്ര പേരാണ്? 6 പേരുണ്ടല്ലേ എന്തോ? അപ്പോൾ നമുക്ക് മൊത്തം എത്ര രൂപ ഉണ്ടെന്ന് കാണാൻ എന്ത് ചെയ്യണം? 400 × 6. കാരണം 400 വെച്ച് 6 പേർക്ക് കൊടുക്കുന്നുണ്ടല്ലേ? 400 രൂപ വെച്ച് 6 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഡെയിലി വേജ് എടുക്കുമ്പോൾ നമ്മൾ 6 തവണ 400 കൂട്ടണ്ടേ? 6 തവണയെങ്കിലും കൂട്ടണ്ടേ? സോ 400 × 6 എത്രയായിരിക്കും? 2400 അല്ലേ? ഇനി അടുത്താരാ? നമ്മുടെ ആരാ പറഞ്ഞേ? നജിൽ പറഞ്ഞേടാ. അടുത്തത് 450 വെച്ച് മേടിക്കുന്ന എത്ര പേരുണ്ടാ? 450 രൂപ 4 പേരുണ്ട്. അപ്പോൾ 450 നമ്മൾ 4 തവണ കൂട്ടണ്ടേ? 450 × 4 എത്രയാടാ നജിലെ? 1800. 400 യെസ്, 1800. ഓക്കെ, അടുത്ത ആരാണ് പറയണേ? ഇനി ആരൊക്കെ പറയാനുണ്ട്? ഇനിയും അൻസിലിയും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ അൻസിലിക്ക് ഞാൻ വേറൊരു പണി തരാം. ഇനിയൊക്കെ ഇത് പറ. എന്നാ ഇനിയൊക്കെ പറഞ്ഞേ, 500 വെച്ച് മേടിക്കുന്ന എത്ര പേരുണ്ട്? 4 പേരുണ്ടല്ലേ? സോ 500 × 4 which is equal to 2000. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ ടോട്ടൽ ഡെയിലി വേസിന് സം എടുക്കുമ്പോൾ ഏതെടുക്കണം? ഡെയിലി വേസിന് സം എടുക്കുമ്പോൾ ഇതിന്റെ സമ്മാനിക്കണം എടുക്കണം കേട്ടോ. ഇതിന്റെ സമ്മാനിക്കണം എടുക്കണം, അല്ലാതെ ഇവിടുത്തെ എടുത്തിട്ട് കാര്യമുണ്ടോ? ഈ 300, 350, 400 സം എടുത്തിട്ട് കാര്യമുണ്ടോ? കാരണം എന്താ? 300 വെച്ചുള്ളവർ 2 പേരുണ്ട്, അപ്പൊ അവർക്ക് 2 300 വരും. 350 വെച്ചുള്ള 4 പേരുണ്ട്, അപ്പൊ അവിടെ 4 350 വരും. സോ നമുക്ക് ഈ സം വേണം എടുക്കാൻ. ഈ 600 പ്ലസ് 1400 പ്ലസ് 2400 പ്ലസ് 1800 പ്ലസ് 2000, ഇതിനുത്തരം നമ്മുടെ അൻസില പറയും. അൻസിലെ കൂട്ടിയിട്ട് പറയടാ. മെല്ലെ കൂട്ടിയാൽ മതി അൻസില, കുഴപ്പമില്ല കേട്ടോ. മെല്ലെ കൂട്ടി പറഞ്ഞാൽ മതിയേ. അതുപോലെ ഞാൻ നമ്മുടെ പിന്നെ എന്തിയേ എടാ തനുഷ് എന്തിയടാ? തനുഷിനൊരു ചെറിയ പണി തരുവാ കേട്ടോ. നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാന്ന് കൂടെ നീ കൂട്ടി പറയണം. നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാന്ന് നീ കൂട്ടി പറയണം. നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര പേരുണ്ടെന്ന് നീ കൂട്ടി പറഞ്ഞേ. എത്ര പേരുണ്ട് മൊത്തം? യെസ്, ആരാണ്? ഓക്കെ, കമന്റ് ചെയ്തത്. എടാ ഞാൻ വേറെ ആരുടെയും കമന്റ് ചെയ്യുമ്പോൾ നോക്കുന്നില്ല, ഞാൻ ചോദിച്ചത് അൻസിലയോടെയാണ്. അൻസിൽ ഉത്തരം പറയൂ കേട്ടോ. അതുപോലെ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയുണ്ടെന്ന് നമ്മുടെ തനുഷ് ഉത്തരം പറയും. അൻസില പറഞ്ഞോടാ. എന്തോ അൻസിലാണോ കമന്റ് ചെയ്തത്? അൻസിൽ ഉത്തരം പറഞ്ഞോ? എത്രയാ? 6400 അൻസിലേക്ക് കിട്ടിയേ. ഒന്നുകൂടെ കൂട്ടി നോക്കടാ, ഒന്നുകൂടെ കൂട്ടി നോക്കിയേ, സാരില്ല, ഒന്നുകൂടെ കൂട്ടിക്കേ. ഇവിടെ എന്തേ അന്തു, അതുപോലെ വേറെ ആൾക്കാർ ഉത്തരം തെറ്റി കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. പറഞ്ഞോടാ. സീരിയസ് ആയിട്ടോ? തമാശ? എടാ നിന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞതാ കൂട്ടി പറയാൻ. ഇത് തമാശ ആയിട്ട് എടുത്തോളാം. അല്ല, നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ആരാ നീ ഓരോ എണ്ണങ്ങൾ കാണുന്നില്ലേ? 2 പേര്, 4 പേര്, 6 പേര്, അത് കൂട്ടി പറയാനാ നിന്നോട് ഞാൻ പറഞ്ഞേ. എടാ ബാബാ പറഞ്ഞേ കൂട്ടിയില്ല നീ ഇതുവരെ? ചെയ്തോ? തൻഷ് ചെയ്തോടാ? അൻസില്ല കിട്ടിയോടാ? എത്ര കിട്ടിയ മോളെ? 8200. മിടുക്കി. 8200 അല്ലേ?
8200. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ടോട്ടൽ ഈസ് ഈക്വൽ ടു 8200 എന്ന് കിട്ടി. ഓക്കെ, ടോട്ടൽ 8200. ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര കിട്ടി? ഇവിടെ തനുഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. തനുഷ് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത് തീർക്കില്ല. ഇത്രയും സിമ്പിൾ ഞാൻ കൊടുത്ത ആ അൻസിലേക്ക് കൊടുത്തത് ഞാൻ നോക്കിയേ. അൻസിലേക്ക് കൊടുത്ത അത്രയും എന്തോരം കൂട്ടാണ്ട് അൻസിലെ കൂട്ടി പറഞ്ഞു. എന്നിട്ട് തനുഷ് അവിടെ ഇത്രയും ഇത് കൊടുത്തത് കൂട്ടി പറഞ്ഞിട്ടില്ല. ഏത് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല. പറ എത്രയാ? 20. ഓ, ഇത് പറയണമെങ്കിൽ എന്തോരം സമയം വേണോ? അതിന്റെ അവൻ അൺമ്യൂട്ട് ചെയ്തിട്ടും ഓക്കെ സാർ 20 പറഞ്ഞ കേട്ടോ. എന്ത് ഡിലേ ആടാ? 20 അല്ലേ? നമ്പർ ഓഫ് വർക്കേഴ്സ് നമുക്ക് എത്ര കിട്ടി? 20. എന്നാലും പറഞ്ഞില്ലേ മിടുക്കൻ കേട്ടോ. ഇങ്ങനെ ഉത്തരം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോണം. നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് 20 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവറേജ് ഡെയിലി വേജ് കണ്ടുപിടിക്കാനുള്ള ആവശ്യമായ സാധനങ്ങളെല്ലാം ആയോ? ആവറേജ് ഡെയിലി വേജ് കണ്ടുപിടിക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ആയോ നോക്കടാ. എന്താണ് ആവറേജ്? ആവറേജ് ഡെയിലി വേജ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? താഴെ ഇടുക. ആവറേജ് AVG എന്നിട്ടേക്കണ ആവറേജ് ആട്ടോ. ആവറേജ് ഡെയിലി വേജ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ ടോട്ടൽ എത്ര വേജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? ടോട്ടൽ വേജ് കണ്ടുപിടിച്ചു. സം ഓഫ് വേജസ് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ ടോട്ടൽ വേജസ് അല്ലെങ്കിൽ സം എന്നിട്ടോ നിങ്ങളാ. നമ്മൾ സമ്മല്ല എപ്പോഴും കണ്ടുപിടിക്കണേ. സം ഓഫ് വേജസ്. സം ഓഫ് വേജസ് ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്തു? എന്താ ചെയ്യണേ? നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെ? എത്ര പേരുണ്ടെന്ന് നോക്കും. എത്ര പേരുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചത്? 20 വർക്കേഴ്സ് ഉണ്ട്. സോ നമ്പർ ഓഫ് വർക്കേഴ്സ്. നമ്പർ ഓഫ് വർക്കേഴ്സ്. ഉത്തരം കിട്ടിയോ? അഫാൻ ഉത്തരം കിട്ടി. മിടുക്കൻ. അഫാന് കിട്ടി, ഇനിക്ക് കിട്ടി. എല്ലാരും കിട്ടിയോ? കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. അഫാൻ കമന്റ് ചെയ്തിട്ടുണ്ടോ? ബാക്കിയുള്ളവരെല്ലാം കമന്റ് ചെയ്തേ. കിട്ടിയവരൊക്കെ കമന്റ് ചെയ്ത ഉത്തരം എന്തോ? അഫാനെ പറഞ്ഞടാ. ഒരു കുഴപ്പമില്ല എടാ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതിക്കോ. പക്ഷെ കാര്യം അറിയാലോ എന്താണ്? എല്ലാത്തിനെയും കൂടെ സം എടുക്കുന്നു, ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുന്നു. എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലെ? ആ ഡെയിലി വേജസിൽ എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 20 വർക്കേഴ്സിന് വേണ്ടിട്ടല്ലേ? ഓക്കെ, ഇനിക്ക് കമന്റ് ചെയ്തോ? നജില് കമന്റ് ചെയ്തിട്ടുണ്ട് മിടുക്കൻ. ഹൃദയ കമന്റ് ചെയ്തിട്ടുണ്ട് മിടുക്കൻ. അതുപോലെ ഇനികെ കമന്റ് ചെയ്തു മിടുക്കി. അതുപോലെ ഇനി ഞാൻ തനിഷിനെ ഞാൻ അവിടെ വന്ന് കാണാനായിരിക്കും. തനിഷിന്റെ പേപ്പർ ഞാൻ അവിടെ വന്ന് യെസ് ചെയ്യാം. ഓ, ബാക്കി എല്ലാരും ആലോചിച്ചാണ് കണ്ടുപിടിച്ച ഉത്തരം. അറിയാൻ മേലാത്തും ചോദിക്കാം. നീ ഇങ്ങനെ ആലോചിച്ച് നിനക്ക് എന്ത് കിട്ടില്ല. ചെയ്ത് നോക്കണം. അൻസില കമന്റ് ചെയ്തായിരുന്നോടാ? അൻസില ഓക്കെ. അപ്പൊ എന്ത് വരും? 8200 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു പലർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉത്തരം പറയുന്നില്ല, കാരണം നമ്മുടെ തനുഷ് അവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്യടാ ചെയ്യ്. ഇത്രയും സപ്പോർട്ടീവ് ആയ ക്ലാസ്മേറ്റ്സിനെ കിട്ടിയില്ലേ നിനക്ക്? നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാരും. തൻഷ കിട്ടിയോ? അൻസില കിട്ടിയോടാ? അൻസിലേക്ക് കിട്ടിയോ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എത്ര വരും? 400. തൻഷേ നിന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. നിന്നെ എടുക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ സമയമില്ലാണ്ടായി പോയി. 410 ഉത്തരം കിട്ടി അല്ലെ? 410. അനന്തു കമന്റ് ചെയ്തിട്ടുണ്ട്. അൻസില ഉണ്ട്, മുഹമ്മദ് നജില്, ഹൃദയ്, ഇനീക, അനന്തു. ഓക്കെ, തൻഷ നീ എന്താണ് കമന്റ് ചെയ്യാതെ? ഓ, നീ കൂടെ കമന്റ് ചെയ്ത എല്ലാവരും ആയനെ. അതെങ്ങനെയാണെന്നറിയോ? ഞാൻ അവനോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാത്രമേ അവൻ ചെയ്തു തുടങ്ങുള്ളൂ. അതുവരെ അവൻ ആലോചിച്ചോണ്ടിരിക്കുക ഉത്തരം എത്രയായിരിക്കും, ഇത് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും എന്ന് ആലോചിച്ചോണ്ട് അവൻ ഇരിക്കുക. ചെയ്തു നോക്കിയാലേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം അവൻ അറിയത്തില്ലല്ലോ. തനിഷ അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് ആദ്യം നീ ഉത്തരം പറഞ്ഞോ കേട്ടോ. എനിക്ക് നമ്പർ ഓഫ് വർക്കേഴ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ആദ്യം തന്നെ ഉത്തരം കിട്ടാൻ പറയുന്നു. എന്തോ കഷ്ടാണ്.
ആദ്യം തന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇത്രയും നേരം നിന്നോട് പറഞ്ഞോ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. എല്ലാവരും കണ്ടുപിടിച്ചിട്ട് തനുഷ് മാത്രമേ കണ്ടുപിടിക്കാത്തുള്ളായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചതാ. അല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞോ ഭയങ്കര സ്പീഡ് ചെയ്യ പെട്ടെന്ന് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. എന്നാ ഫാനെ അവനറിയാം, തനുഷിന് അറിയാൻ മേലാണ്ടൊന്നുമില്ല. അവൻ കൂട്ടി പറഞ്ഞല്ലേ മടി, അവന് മടി കാരണാ. അവൻ അറിയാൻ മേലാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം. ഇവിടെ ചിലപ്പോ ഏറ്റവും നന്നായിട്ട് ഏറ്റവും സ്പീഡ് ചെയ്യുന്നത് ചിലപ്പോ തനുഷായിരിക്കും. ഓക്കെ, ഏറ്റവും നന്നായിട്ട് സ്പീഡിൽ ചിലപ്പോ ചെയ്യുന്നത് തനുഷായിരിക്കും. പക്ഷെ അവന് മടി കാരണം അവൻ ചെയ്യാത്തതെന്ന് എനിക്കറിയാം. അടുത്തോട്ട് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചോ കേട്ടോ. അടുത്ത ചോദ്യം പിടിച്ചോ. അടുത്ത ചോദ്യം. അപ്പൊ നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചേ? ആവറേജ് ഡെയിലി വേജ് ഇൻ ദിസ് ഫാക്ടറി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാടാ മക്കളെ? 410. സിമ്പിൾ അല്ലേ? ഇനി ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. അത് ഞാൻ തരാം, നിങ്ങൾക്ക് പോകാൻ നേരത്ത് തരാം കേട്ടോ. ഇത് അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. ഇത് ഹോംവർക്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾ. ഇപ്പൊ എടുത്തോ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതാൻ സമയം നമുക്ക് ഒരൊറ്റ ടൈപ്പും കൂടെ ചെയ്തിട്ട് നമുക്ക് വേണം പോകാൻ. ഒറ്റ ടൈപ്പും കൂടെ ഉള്ളു. ഇനി ഒമ്പതാമത്തെ കഴിഞ്ഞിട്ട് പത്താമത്തെ അത് കാണത്തില്ല അല്ലെ? പത്താമത്തെ ഇതാട്ടോ 10. അതായത് അവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന 2. അയ്യോ അതോ അതിന്റെ പുറകിലോ? ഇല്ല ലേറ്റർ ലാസ്റ്റ് 10ഉം 2ഉം ആണേ. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോടെ, അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. പോരാ എല്ലാ സ്റ്റെപ്പുകളും എഴുതണം. ഓക്കെ, 10-2 കേട്ടോ. ഓക്കെ, അപ്പം ഈ ചോദ്യം നിങ്ങൾ അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്തോ. അപ്പൊ ഒന്ന് പഠിക്കും നിങ്ങൾ. എല്ലാരും എടുത്തില്ലേ സ്ക്രീൻഷോട്ട്? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് ലാസ്റ്റ് ഒരു മോഡലും കൂടെ നമുക്ക് ചെയ്ത് നിർത്താം. ഈ ഒരു മോഡല് ഈ ഒരു മോഡലോട് ചെയ്ത് നിർത്തിയേക്കാടാ. പിന്നെ അത്രേ ഉള്ളൂ. നമുക്ക് ഇത്രയും മോഡൽസേ പഠിക്കാനുള്ളൂ. എളുപ്പല്ലേ? യാ, അതല്ല ഞാൻ പറഞ്ഞു ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തീർക്കുന്ന. ഇതുകൂടെ എഴുതിക്കുക നിങ്ങളാ. The table below shows the children in a class sorted according to their heights. What is the mean height of a child in this class? Okay. അടിപൊളിയല്ലേ? എളുപ്പല്ലേ? ഈസി ചാപ്റ്റർ അല്ലേ? ചുമ്മാ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. പ്രൊപ്പോർഷനിലൊക്കെ എന്തായിരുന്നല്ലേ? പക്ഷെ പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് എളുപ്പമല്ലായിരുന്നോ? ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ എളുപ്പമായില്ലേ? ഓക്കെ, അതുപോലെ നമ്മളിനി റിവിഷൻ വരുമ്പോ ഓരോ ചാപ്റ്റർ സെറ്റപ്പ് ആക്കും നമ്മള് അല്ലേ? ഓരോ ചാപ്റ്റർ സെറ്റപ്പ് ആക്കും നമ്മള്. അതൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക്. റിവിഷൻ ടൈമിൽ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യും, പേടിക്കണ്ട. റിവിഷൻ ഡേറ്റ് എന്തായാലും അടുത്ത ആഴ്ച നിങ്ങൾക്ക് റിവിഷൻ തുടങ്ങും. ഡോണ്ട് വറി. ഞാൻ ഈ പോർഷൻ ഇപ്പൊ തീർക്കുമല്ലോ. ഇവിടെ പോർഷൻ തീർത്താൽ ഇനി അടുത്ത ക്ലാസ് എന്റെ എന്തായിരിക്കും? റിവിഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? നമുക്ക് ക്ലാസ് ഇന്റർവെൽസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? അതായത് 148 തൊട്ട് 152 വരെ ഹൈറ്റ് വരുന്ന സ്റ്റുഡൻസ് എത്ര പേരുണ്ട് മക്കളെ? എത്ര പേരുണ്ട്? 8 ചിൽഡ്രൻസ് ഉണ്ട് അല്ലെ? 8 പേരുണ്ട്. 148നും 152നും ഇടയ്ക്ക് ഹൈറ്റ് വരുന്നവര്. ഇനി 152നും 56നും ഇടയ്ക്ക് വരുന്ന എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ 156നും 60നും ഇടയ്ക്കോ 15 പേരുണ്ട്. പിന്നെയോ 160നും 64നും ഇടയ്ക്ക് 10 പേര്. 164നും 68 7 പേര്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണണം, നിങ്ങൾ ഇവിടെ ഹൈറ്റിന്റെ എന്ത് കാണണം? ഓരോ ക്ലാസ് ഇന്റർവെലിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ മാറ്റണം? ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്താ പറയണേ, ഇതിന്റെ ഇതിന്റെ ഒരു ആവറേജ് കണ്ടുപിടിക്കണം. ഈ രണ്ട് നമ്പേഴ്സിന്റെ എങ്ങനെ കാണാം? ഈ 148ന്റെയും 152ന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 148 പ്ലസ് 152 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സിമ്പിൾ. ഇത്രയും കേസേ ഉള്ളൂ. 148 പ്ലസ് 152 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോന്നും നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ ടേബിളിൽ പുതിയൊരു ടേബിൾ ഉണ്ടാക്കി ഹൈറ്റിന് നമ്മൾ ആ ഒരു വാല്യൂസ് കൊടുക്കാൻ പോവാ. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്ര വരും? ഇവിടെ 150 വരും. ഓക്കെ, അപ്പോൾ ഈ 148 152 എന്നുള്ള റേഞ്ച് എന്തായി മാറി? 150 എന്നുള്ള ഒറ്റ നമ്പറായി മാറി അല്ലെ? പിന്നെ 152ന്റെ ഇത് രണ്ടാമത്തത്, അതെന്ത് ചെയ്യണം? 152 പ്ലസ് 156 ഡിവൈഡഡ് ബൈ 2. അത് എത്ര വരും? അപ്പം അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം?
അവിടെ തന്നെ അതിന്റെ ആവറേജ് കണ്ടണം. അവിടെ തന്നെ ആ രണ്ട് നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് നമ്പറോട് അങ്ങ് കൂട്ടുക. എന്നിട്ട് എത്ര നമ്പേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ? അത് രണ്ടല്ലേ? സമ്മ ബൈ നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്മൾ ആദ്യം സമ്മ എടുത്തു, മുകളിൽ ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സാ ഓപ്പറേറ്റ് ചെയ്തത്? രണ്ടെണ്ണം. രണ്ട് നമ്പേഴ്സ് അല്ലല്ലോ എന്നുള്ളത്. സോ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 2. അങ്ങനെ ഓരോന്നും എഴുതിക്കും നിങ്ങൾ. ഇവിടെ എത്ര? ഇത് 154 വരും അല്ലേ? നിങ്ങൾ പറ, ഞാൻ എഴുതാം ഇവിടെ. ആ ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കാം. നിങ്ങൾ പറ. ആദ്യത്തെ നമുക്ക് എന്ത് കിട്ടി? ഞാൻ ഇനി വേറെ ടേബിൾ വരയ്ക്കുന്നില്ല എന്നുള്ളേ, ഇവിടെ തന്നെ ഞാൻ എഴുതുക. എന്താ? ആദ്യത്തത് 150 കിട്ടി അല്ലെ? 150 കിട്ടി. ഇവിടെ മിഡ് പോയിന്റ് നമുക്ക് എത്ര കിട്ടി? 154 കിട്ടി. ഇവിടെ എത്ര കിട്ടി മക്കളെ? ഇവിടെ എത്ര കിട്ടി അഫാന്? 158 കിട്ടി. ഇവിടെ എത്രയാണ് കിട്ടിയത്? 162 കിട്ടുന്നുണ്ടോ? തനിഷ കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? 162. പിന്നെ ഇവിടെയോ? 166. ഇപ്പൊ സെറ്റായി. ഇപ്പൊ നമ്മുടെ ഹൈറ്റുകളുടെ എല്ലാം അളവുകൾ കിട്ടി. അതുപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് കാണുക. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് കാണുന്നതിന് മുമ്പ് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. വേറൊരു പരിപാടി കൂടി ഉണ്ട്. എന്താ? എടാ 150 ഹൈറ്റുള്ള ആരൊക്കെണ്ടാ? 150 ഹൈറ്റുള്ള ആരൊക്കെയുണ്ട്? 8 പേരുണ്ട് അല്ലേ? അപ്പൊ 8 തവണ നമ്മൾ 150 എടുക്കണ്ടേ? സം എടുക്കുമ്പോ ഹൈറ്റുകളുടെ സം നമ്മൾ എടുക്കുമ്പോൾ 8 പേരുണ്ട് 150. സോ നമ്മൾ എന്ത് ചെയ്യും? 150 × 8 ചെയ്ത് ഇപ്പറ കണ്ടുപിടിക്കും. കഴിഞ്ഞ തവണ ചെയ്ത പോലെ. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തില്ലേ? 150 ഉള്ള 8 പേരുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, 150 ഹൈറ്റ് വരുന്ന എത്ര പേരുണ്ട്? നമ്പർ ഓഫ് ചിൽഡ്രൻ 8 പേരുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹൈറ്റിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യും? 150 × 8 ചെയ്യും. ആദ്യം ഇവിടെ 150 × 8 വരും ഈസ് ഈക്വൽ ടു എത്രയാണ് എഴുതണം? ഇവിടെ 154 × 10 വരും. ഇവിടെ 158 × 15 വരും. ഇവിടെ എത്ര വരും? 162 × 10 വരും. ഇതൊക്കെ ഉത്തരം കൂട്ടിയിട്ട് എനിക്ക് പറഞ്ഞാ. ഇവിടെ എത്ര വരും? 166 × 7 വരും. പറഞ്ഞേ 150 × 8 എത്ര വരും? 1200 കിട്ടിയോ? അതുപോലെ 154 × 10 അത് സിമ്പിൾ അല്ലേ? 1540 വരും. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? പിന്നെ 158 × 15 എത്ര വരും? 2370 കിട്ടിയോ? യെസ്. ഇനി 162 × 10 എന്ന് പറയുമ്പോൾ അത് എളുപ്പമല്ലേ? 1620. യെസ്. പിന്നെ 166 × 7 വരുമ്പോഴോ 1162 വരും. യെസ്. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ സമ്മ് കാണാൻ പറ്റും അല്ലേ? ഇനി അതിന്റെ ടോട്ടൽ കാണാം. ടോട്ടൽ ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കുക കേട്ടാ. അയ്യോ, അവിടെ എഴുതിയാൽ കാണത്തില്ലേ? അതുപോലെ ഇവിടെ ടോട്ടൽ കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെയും ടോട്ടൽ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ചിൽഡ്രൻസിന്റെയും ടോട്ടൽ കണ്ടുപിടിക്കണം. അതുപോലെ നമ്മുടെ ഹൈറ്റുകളുടെയും ടോട്ടൽ കണ്ടുപിടിക്കണം. നിങ്ങൾ പയ്യെ ചെയ്തു നോക്കുക. ഞാൻ വേണം ഉത്തരം എഴുതി തരാം. ആയോ? അപ്പൊ ആ ടോട്ടലും അതുപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻസിന്റെയും ടോട്ടൽ കിട്ടി. പിന്നെ എന്ത് ചെയ്താൽ മതി? മീൻ ഹൈറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? സമ്മ ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചാൽ സമ്മ ഉണ്ടല്ലോ നമ്മുടെ. അതായത് ഈ സമ്മ ഇതാ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്മുടെ കയ്യിലുണ്ട്. ടോട്ടൽ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നിട്ട് എന്നോട് പറയുക എത്ര കിട്ടിയെന്ന്. അതോ ഞാനിപ്പോ ചെയ്തു തന്നെ? പെട്ടെന്ന് നമുക്ക് സമയമായി. 7:15. അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുക. മീൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് ബൈ ഡാഷ്. എത്രയാണ് കിട്ടിയേ? 157.94.
757.94 ആണ് കിട്ടിയത് അതോ 84 ആണോ നോക്കിയാ മോളെ? ഇവിടെ സം എടുത്തപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് കിട്ടിയേ 7,892 ആണ് കിട്ടിയേ 7,892 ആണോ കിട്ടിയെന്ന് നോക്കിയ സമ്മ. അതുപോലെ ഇവിടെ ടോട്ടൽ അതിന്റെ നമ്മുടെ ടേബിള് അതെ അതുപോലെ ഇവിടെ ടോട്ടൽ എടുത്തപ്പോൾ എത്ര കിട്ടി? നമ്പർ ഓഫ് ചിൽഡ്രൻ 8 ഉം 10 ഉം 18 18 ഉം 15 28 5 33 33 10 43 43 7 50 ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 50. സോ 7,892 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. 7,892 ഡിവൈഡഡ് ബൈ 50. യെസ് അപ്പോൾ എത്ര കിട്ടി? 157.84. 157.84 കേട്ടാ. അപ്പൊ പോയിന്റ് ഒക്കെ വന്ന് നിങ്ങൾ തെറ്റി നോക്കണ്ട, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആൻസർ കിട്ടിയതാ. എങ്കിലും പോയിന്റ് വരുമ്പോ നിങ്ങൾ തെറ്റിന്നൊന്നും ഓർക്കണ്ട കേട്ടോ, പോയിന്റ് ഇട്ട് ആൻസറുകൾ വരാം. അപ്പോൾ കിട്ടിയ ആൻസർ ഇത്രയും വലിയ വലിയ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞേ? എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്യുന്ന കാൽക്കുലേഷൻസ് കറക്റ്റ് ആയിട്ടാണോ ചെയ്തത് അല്ലെ? ഈ കൂട്ടി എഴുതുമ്പോഴും ഇതുപോലെ ഡിവൈഡ് ചെയ്യുമ്പോഴൊക്കെ തെറ്റിപ്പോയാൽ പോയില്ല നമ്മുടെ. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് ഒന്നുകൂടെ നോക്കി കൺഫേം ചെയ്യണം. ശ്രദ്ധിച്ചല്ലോ, എക്സാമിന് ചെയ്യുമ്പോഴും ഒന്നുകൂടെ നോക്കിക്കോണം കൂട്ടിയത് ശരിയാണോ, ഞാൻ ആദ്യം കൂട്ടിയപ്പോ കിട്ടിയത് തന്നെയാണോ, രണ്ടാമത് ഒന്നുകൂടെ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് എന്നൊന്ന് നോക്കിക്കോണം. ഓക്കെ, തെറ്റിച്ച് കളയരുത്, എളുപ്പമുള്ളതാണ്, വെറുതെ 4 5 മാർക്ക് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ കേട്ടാ. അപ്പൊ നമ്മള് ആ ഒരു ചാപ്റ്ററും കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നായിരുന്നു, ഏതാ? ഞാൻ ആദ്യം പഠിപ്പിച്ച കൂട്ട്, ഇപ്പോൾ പഠിപ്പിച്ച കൂട്ട് മോഡൽ ഒരു ഹോംവർക്ക് കൂടെ വേണ്ടെന്നാ. ഇപ്പോൾ പഠിപ്പിച്ച ഇത് കൂട്ടൊരു ഹോംവർക്ക് കൂടെ വേണ്ടേ? വേണം അല്ലേ? ഇത് കൂട്ടൊരു മോഡലിന്റെ ഹോംവർക്ക് കൂടെ നിങ്ങൾക്ക് വേണം. അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തടാ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തടാ. അതേപോലെ തന്നെ കേട്ടാ, അതേപോലെ തന്നെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങള് സ്ക്രീൻഷോട്ട് എടുത്തോ. 55 to 60 3 അത്രേ ഉള്ളൂ, താഴെയില്ല. അപ്പൊ ഇത് നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ മോഡൽസും ചെയ്തു, എല്ലാ മോഡൽസും പഠിച്ചു. അതിൽ 2 എണ്ണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് കൂടെ തന്നിട്ടുണ്ട്. ഇതും തന്നു, അതുപോലെ നമ്മൾ ആദ്യം പഠിച്ച ഈ ഇന്റർവെല്ലിൽ അല്ലാതെ ചുമ്മാ കിടക്കുന്നില്ലേ, അതുകൂട്ടി ഞാൻ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് 2 കൂടെ നിങ്ങൾ ചെയ്താൽ സെറ്റ്, വേറെ ഒന്നും നോക്കണ്ട. അത് 2 കൂടെ നിങ്ങൾ ഇപ്പൊ നാളെ ഇരുന്നോ അല്ലെങ്കിൽ ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇരുന്ന് ചെയ്തോ, അതുകൂടെ ചെയ്താൽ നിങ്ങൾ സെറ്റ്, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പക്ക. ഓക്കെ, അതോടെ ചെയ്താൽ സെറ്റാ. അപ്പൊ ക്ലിയർ അല്ലേ? ഞാൻ അവസാനിപ്പിച്ചോട്ടെ എന്നാ ക്ലാസ് അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ നമ്മൾ ഇനി എപ്പോഴായിരിക്കും കാണുന്നത്? എപ്പോഴായിരിക്കും നമ്മൾ ഇനി കാണുന്നത് പറഞ്ഞേടാ. ഇന്ന് നമ്മള് ഒരു അടിപൊളി റിവിഷൻ ക്ലാസ്സുമായിട്ട് വരും. റിവിഷൻ ക്ലാസ് ആയിട്ട് ഞാൻ വരും നിങ്ങളെ കാണാൻ. ഓക്കെ, അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ എന്താണ് നമുക്ക് റിവിഷൻ ക്ലാസ്സോ? എടാ ഓരോരോ ചാപ്റ്റർ ആയിട്ട് ഞാൻ വരും. നമ്മളിപ്പം എല്ലാ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാ ചാപ്റ്ററും ഒരു തവണയെങ്കിലും പഠിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വല്ലോം ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇന്നലെ പഠിപ്പിച്ച് ഞാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കൂല, പിന്നെയാണ് പഴയത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇനി ഓരോ ചാപ്റ്റർ വീതവും റിവൈസ് ചെയ്യാൻ ഞാൻ വരും. അപ്പോ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ റിവിഷൻ പറയുന്ന ചാപ്റ്റർ ഏതാണോ നിങ്ങൾ ഒന്ന് നോക്കിയിട്ടും കൂടെ വരണം. ലിപ്സ്റ്റിക് കുറച്ച് കൂടുതലാണല്ലോ. അത് ശരിയാണല്ലോ, അതോടെ എപ്പോ പോയിട്ട് അതിന്റെ ഇടയ്ക്ക് ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ആയി, നമുക്ക് ക്ലാസ് ചേർന്ന സമയമായി. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഓക്കേ ബൈ.